നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ജീവനക്കാരൻ വാഹനാപകടത്തിൽ മരിച്ചത് കൊലപാതകം. 2 CASF ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ രാത്രിയാണ് അങ്കമാലി തുറവൂർ സ്വദേശി ഐവൻ ജിജോ മരിച്ചത്. CASF ജവാന്റെ അഹങ്കാരമാണ് യുവാവിന് ജീവൻ നഷ്ടമാകാൻ കാരണമെന്ന് അങ്കമാലി കൌൺസിലർ TY ഏലിയാസ് പറഞ്ഞു. 2 മാരുതി വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ തമ്മിൽ സൈഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം, ആ തർക്കമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ, ഒരു മുൻവൈരാഗ്യം പോലും ഇവിടെ പറഞ്ഞു കേൾക്കുന്നില്ല. യഥാർത്ഥത്തിൽ CSF ജവാന്റെ ഭടന്റെ അവിടെ ഒരു അഹങ്കാരം നിറഞ്ഞ പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ളൊരു ദാരുണമായ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ഞങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയ മനസ്സിലാക്കാൻ കഴിയുന്നത്. തർക്കം ഉണ്ടായിരുന്നുള്ളതിൻ്റെ വീഡിയോ ഈ മരണപ്പെട്ട ആൾ എടുത്തിട്ടുണ്ട്. അത് ഈ തോമർ റോഡിൽ ഈ 2 വാഹനങ്ങൾ തമ്മിൽ സൈഡ് കൊടുക്കുമ്പോൾ തർക്കം ഉണ്ടാവണം. ആ തർക്കത്തെ തുടർന്ന് പ്രശ്നം വഷളാവുമെന്ന് മനസ്സിലായപ്പോൾ മരണപ്പെട്ട പയ്യൻ തന്നെ ഈ CSF ജവാന്റെയും അവർ കൂടെയുള്ളവരുടെയും വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ പോലീസിന് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഈ മരണപ്പെട്ട പയ്യനെ വീണ്ടും അവിടെ വെച്ച് മർദ്ദിക്കുകയും വാഹനം ഇടിപ്പിക്കുകയും, വാഹനം ഇടിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ബോണറ്റുമേക്കാണ് സാധാരണ വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ വീണത്, സ്വാഭാവികമായി വന്നത്. അപ്പം അങ്ങനെ ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം മരണപ്പെട്ട ആളെ മാരുതി വാഹനത്തിന്റെ ബോണറ്റുമ്മെ കിടത്തി ആണ് ഇവിടെ വരെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആണ് ആൾ തടഞ്ഞത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ധാർഷ്ട്യം കൊണ്ട് ഒരാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നു, അതിൽ CSF ഉദ്യോഗസ്ഥർ തന്നെ പ്രതികളാകുന്ന സാഹചര്യം. വിവരങ്ങൾ എന്താണ്? പോലീസ് പറയുന്നത് എന്താണ്? അപർണ, ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ നാട്ടുകാർ ഈ സംഭവം അറിയുന്നത്. കാരണം 1 കിലോമീറ്ററോളം ഈ ഐവിനെ ബോണറ്റിൽ വെച്ച് കൊണ്ടുവന്നാണ്, വണ്ടി ഓടിച്ചു കൊണ്ടുവന്ന ശേഷമാണ് അപകടത്തിൽപ്പെടുത്തിയത്. അത് നാട്ടുകാർ തടഞ്ഞ ശേഷം അതിലൊരു ജവാൻ ഇറങ്ങി ഓടുകയായിരുന്നു, ഒരാളെ തടഞ്ഞു വെച്ചു. അങ്ങനെയാണ് മോഹൻകുമാർ എന്ന് പറയുന്ന ബീഹാർ സ്വദേശി അറസ്റ്റിലാകുന്നത്. തുടർന്ന് ഇന്നാണ് വിനയ് കുമാർ എന്ന് പറയുന്ന മറ്റൊരു CSF ജവാൻ കൂടി അറസ്റ്റിലായിരിക്കുന്നത്. നമുക്ക് ഈ സ്പോട്ടിൽ കാണാം. ഈ ഭാഗത്തായിട്ടാണ് ഐവിൻ തെറിച്ചു വീണത്. ഐവിനെ ആംബുലൻസിൻ്റെ സഹായമില്ലാതെ തന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ജീപ്പിലൊന്നും കയറ്റുക, അത്തരത്തിൽ ശരീരം അത്ര ദാരുണമാം വിധം ശരീരം ചതഞ്ഞരഞ്ഞിരുന്നു എന്ന് വേണം പറയാൻ. അത്തരത്തിൽ ഒരു പ്രാഥമിക ശുശ്രൂഷ നൽകാനോ അടിയന്തര ശുശ്രൂഷ നൽകാനോ ഒന്നും പറ്റാത്ത സാഹചര്യത്തിൽ തന്നെയായിരുന്നു ഐവിനെ. ഇത് നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വാഹനങ്ങൾ കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമായിരുന്നു ഇത്ര ക്രൂരമായ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. കാരണം 2 CSF ജവാന്മാരാണ്. അവർ അത്രയധികം, അതായത് ധാർമ്മിക രോഷം കൊണ്ടുണ്ടായ ഒരു ആപത്താണിത്. അത്തരത്തിലുള്ളൊരു കൊലപാതകമാണിത്. അത് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുകയത് ഈഗോയുടെ ഇഷ്യൂ ആയിട്ട് മാറുകയും അത്തരത്തിലേക്ക് അത് വലിയ പ്രശ്നമായി മാറുകയും ചെയ്തിരുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എൻ്റെ പിന്നിൽ കിടക്കുന്ന ഈ വാഹനത്തിലാണ് ഈ CSF ജവാന്മാർ യാത്ര ചെയ്തു വന്നത്. ഇതിൻ്റെ ബോണറ്റിലിരുത്തിയാണ് ഈ ഐവിനെ കൊണ്ടുവന്നത്. 1 കിലോമീറ്ററോളം ദൂരം ഐവിനെ ഇടിച്ചു തെറിപ്പിച്ച് കൊണ്ടുവന്ന ശേഷമാണ് ഐവിൻ അതിൽ നിന്നാണ് വീണത്. ആശുപത്രിയിൽ കൊണ്ടുപോയി 10 മിനിറ്റിനുള്ളിൽ ഐവിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഐവിൻ്റെ ഒപ്പം മറ്റൊരാളും ഉണ്ടായിരുന്നു. അയാൾ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. അയാൾ ഗുരുതര നിലയിൽ തന്നെ തുടരുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഈ ഒരു തർക്കമാണ് ഇതിലേക്ക് നയിച്ചതെന്നുള്ള കാര്യവും മാത്രമല്ല, ഈ തർക്കത്തിൻ്റെ വീഡിയോ ഐവിൻ ഫോണിൽ പകർത്തിയിരുന്നു. ആ ഫോൺ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ആലുവ റൂറൽ SPM ഹേമലത അല്പസമയത്തിനുള്ളിൽ നമ്മളോട് സംസാരിക്കും. ഐവിൻ്റെ ഫോൺ പരിശോധിച്ച് വരികയാണ് എന്നാണ് പോലീസ് അറിയിച്ചത്. അതായത് ഈ 1 കിലോമീറ്റർ ദൂരത്ത് ഐവിൻ്റെ വാഹനവും കിടപ്പുണ്ട്. ഈ 1 കിലോമീറ്റർ ദൂരത്തോളം ഐവിനെ ഈ വാഹനത്തിലിരുത്തി കൊണ്ടുവന്ന ശേഷമാണ് ഇവിടെ വീണതും. നാട്ടുകാർ തടഞ്ഞ ശേഷമാണ് അത്തരത്തിൽ വണ്ടി നിർത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷമാണ് ഐവിനെ ആശുപത്രിയിൽ എത്തിച്ചതും 10 മിനിറ്റിനുള്ളിൽ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത്. എന്തായാലും നാട്ടുകാർ പറയുന്നതനുസരിച്ചിട്ട് ഇദ്ദേഹത്തെ, അതായത് അങ്ങനെ വാരി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു തരത്തിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ശാരീരികാവസ്ഥ. കാരണം ഒരു വശം മുഴുവൻ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ശരീരം. അത്രയും ദാരുണമായി തന്നെയാണ് ഐവിനെ ഉപദ്രവിച്ചത്. അത് നേരത്തെ മർദ്ദിച്ചെന്നും പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഐവിന് ഈ തർക്കം വലിയ രൂക്ഷമായ സാഹചര്യത്തിൽ ഈ വീഡിയോ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഫോണിൽ പകർത്തിയിരുന്നു. ആ ഫോൺ പരിശോധിച്ച ശേഷം അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് കളക്ട് ചെയ്ത് വരികയാണ്.
കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാൻ കഴിയും. അല്പസമയത്തിനകം ഈ റൂറൽ SP മാധ്യമങ്ങളെ കാണും. എന്തായാലും കൂടുതൽ ഈ രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, 2 CSF ജവാന്മാരുടെയും. പക്ഷേ അതിലൊരു വലിയ ഒരു കാര്യമായി വലിയൊരു ഉത്തരവാദിത്വമില്ലായ്മ എന്നുള്ള തരത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഇന്ന് രാവിലെയും ഈ അപകടമുണ്ടാക്കിയ, അതായത് ഒരാൾ ഇന്നലെ അറസ്റ്റിലായി. മോഹൻ എന്ന് പറയുന്ന ബീഹാർ സ്വദേശിയായ CSF ജവാൻ ഇന്നലെ അറസ്റ്റിലായി. വിനയ് കുമാർ എന്ന് പറയുന്ന CSF ജവാൻ ഇന്ന് രാവിലെയും ഡ്യൂട്ടിക്ക് കയറിയിരുന്നു. അതിൻ്റെ സാഹചര്യം കൂടി വ്യക്തമാക്കുന്നൊരു വ്യക്തമാക്കേണ്ടുന്ന സാഹചര്യം കൂടി ഉണ്ട് എന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. പ്രതിയായിട്ടുകൂടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൈമിൽ പെട്ടിരുന്നു എന്ന് അറിഞ്ഞിട്ട് കൂടിയും അദ്ദേഹത്തെ എന്തടിസ്ഥാനത്തിലാണ് ഡ്യൂട്ടിയിലേക്ക് അസൈൻ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട്. അതോ ഇത്തരം കാര്യങ്ങൾ അതോറിറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലയോ? ഇത്തരം കാര്യങ്ങളൊക്കെ ബാക്കിയാവുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ള റൂറൽ SP മാധ്യമങ്ങളെ കാണുന്നതോടുകൂടി കൂടുതൽ വ്യക്തത വരും ഈ വിഷയത്തിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപർണ, ഈ 2 CSF ജവാന്മാരുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പോലീസിന് ലഭ്യമാണോ? ഇവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് ഏത് തരത്തിലാണ്? എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ മറ്റോ? സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു സാധ്യതയില്ല. എങ്കിൽ പോലും ഒരാൾ ബീഹാർ സ്വദേശി കൂടി ആയതുകൊണ്ട് എന്തെങ്കിലും മറ്റ് വേറെ ബോട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? അപർണ, ഇവർ പ്രകോപിതരായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. മാത്രമല്ല ഈ ഇത്തരം വലിയൊരു തർക്കമുണ്ടായ ശേഷം അതിനെ ഒരു രോഷം സബ്സൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവർക്ക് കോപമുണ്ടായാലോ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമോഷണൽ ബ്ലോക്കേജ് ഉണ്ടായി എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു പ്രശ്നം, അതായത് വൈകാരികമായി ഉണ്ടായ ഒരു പ്രശ്നത്തിൽ നിന്ന് മാത്രമാണ് ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ, 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്, അവൻ്റെ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് എത്തിയത്. അങ്ങനെ തന്നെയാണ് എന്നാണ് നിഗമനം. ഈ അപർണ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ട്രാക്ക് റെക്കോർഡ് പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ SP മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അവർ തന്നെ വ്യക്തമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഏത് തരത്തിലായിരിക്കും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതായാലും SP സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തത വരുമെങ്കിലും ഇത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകം എന്ന തരത്തിൽ തന്നെയല്ലേ പോലീസ് കണക്കാക്കുന്നത്? ആ തരത്തിലുള്ള ഒരു ഗൗരവം തന്നെ ആയിരിക്കില്ല ഇത് ചാർജ് ചെയ്യാൻ സാധ്യത? തീർച്ചയായിട്ടും നമുക്ക് അത് FIRൽ വ്യക്തമാണ്. കരുതിക്കൂട്ടിയുള്ളത്, അതായത് നേരത്തെ അതൊരു അപകടം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ പോലും പക്ഷേ അപകടമായിരുന്നില്ല. ഈ 1 കിലോമീറ്ററോളം ഇവർ ബോണറ്റിൽ വെച്ച് ഐവിനുമായി വണ്ടി ഓടിച്ചു എന്ന് പറയുന്നിടത്ത് തന്നെ അതായത് മനഃപൂർവ്വമുള്ള കൊലപാതകമാണ് എന്നുള്ള വകുപ്പിലാണ് വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ അങ്ങനെയാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വിശദാംശങ്ങൾ കൂടി ലഭിക്കുമ്പോൾ ഇപ്പോൾ പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തുന്നത് നമുക്ക് കാണാം. എന്തായാലും ഇത്രയും ദൂരം ഒരാളെ, അല്ലെങ്കിൽ വണ്ടി ഇൻ കേസ് വണ്ടി ഇടിച്ച് ബോണറ്റിൽ പെട്ടതാണെങ്കിൽ പോലും അതൊരു ചിലപ്പോൾ ഒരു മീറ്ററോ അല്ലെങ്കിൽ ഒരു 2 മീറ്ററോ അല്ലെങ്കിൽ 5 മീറ്ററോ ആ ഒരു ദൂരത്തിനുള്ളിൽ വണ്ടി നിൽക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. 1 കിലോമീറ്ററോളം ഈ ഐവിനെ വെച്ച് വണ്ടി ഓടിച്ച് വരിക എന്ന് പറയുന്നത് തന്നെ ഇവരുടെ ഒരു കൊല്ലണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം എന്നുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടെന്നാണ് പോലീസ് ഭാഷയും അങ്ങനെയാണ്. എന്തായാലും ആ ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. കാരണം ബോണറ്റിൽ പിടിച്ചു കിടക്കുകയായിരുന്നു ഐവിനെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, വീഴാതിരിക്കാൻ വേണ്ടി. അതേസമയം ഈ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ തകർന്നു പോയിരുന്നു. കാരണം അയാളെ സേഫായി മറ്റു ആംബുലൻസ് ഇല്ലാതെ മറ്റു വാഹനങ്ങളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്ത രീതിയിൽ അയാൾ ബോഡി തകർന്നു പോയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപർണ, ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും CSF ഉദ്യോഗസ്ഥർ അറസ്റ്റിലായിരിക്കുന്നു. SP അല്പസമയത്തകം മാധ്യമങ്ങളെ കാണും. ഏത് തരത്തിലാണ് ആസൂത്രിതമായിട്ടുള്ള മനഃപൂർവ്വമുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഈ വാഹനാപകടം എന്നുള്ള കാര്യം സുവ്യക്തമായിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. അല്പസമയത്തിനകം SP മാധ്യമങ്ങളെ കാണും.